അങ്ങനെ നേരം പരവരാ വെളുത്തു. പക്ഷെ രാവിലെ തന്നെ ഒരു ചെറിയൊരു ചാറ്റൽ മഴയാണ്. അപ്പം പോവാണ്. നല്ല ചാറ്റൽ മഴ ഉണ്ട്. ഇവരോട് ആനാന്ന് അറിഞ്ഞോ? ഇന്നലെ രാത്രി ആനാന്ന് തുറക്ക്. എവിടെ അതോ അതോ അതാമിന്റെ കൂട മുട്ടിക്കണ്ട, അത് മുട്ടിക്കണ്ട. ഇത് തുറന്ന അതവിടെ ട്രാവലറൊക്കെ കിടക്കുന്നുണ്ട്. 1 2 3 ഉണ്ട്. ചൂര് വന്ന ആളുകളുടെ കുതിരാണോ? ആ എന്താ ഓയ്ക്കോ ഓയ്ക്കോ എന്തോ പറയുന്നുണ്ട്. അല്ലേ വാ നമുക്ക് വേഗം ചെക്കൗട്ട് ചെയ്യാം. ആ മഴ മോനെ കൂടി. ആ ആ 11 o'clock ആണ് ചെക്കൗട്ട്. ചെക്കൗട്ട് ടൈം. നമ്മളങ്ങനെ റൂം വെക്കേറ്റ് ചെയ്തു. അപ്പം അങ്ങനെ റൂം വെക്കേറ്റ് ചെയ്ത് ഇറങ്ങുകയാണ്. നടന്നോട്. റൂം റെൻ്റ് ആയിട്ടുള്ള 2500 രൂപ നമ്മൾ കൊടുത്ത് ഈ ഒരു എന്താ ഇതിൻ്റെ പേര് പ്ലഷറിങ് അതിൽ നിന്ന് നമ്മൾ വിട വാങ്ങുകയാണ്. ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കാണ് പോകുന്നത്. കറക്ക്. മഹീന്ദ്ര താറൊക്കെ എടുത്ത പോലീസിലുണ്ട്. ഇതിലെ രാത്രി അവിടെ വീഡിയോ പിടിച്ചോളില്ലേ? ഇത് 3 പാർട്ടാണ്. പോകാതെ ടക്കിന് മൊബൈൽ കയ്യിൽ വെച്ചിരുന്നേനാ പോ. പരന്ന് കിടക്കുകയാണ്. ഇപ്പോഴൊന്നും ഇത് കഴിയൂല. അതിങ്ങനെ ഒരൊറ്റ ലൈനിൽ ഇങ്ങനെ പോവുകയാണ്. ഏതായാലും അഡൽറ്റിന് 370 അല്ലേ? ഇതിവിടെ സെയിലില്ലേ? സെയിലൊന്നും കാണുന്നില്ല. അല്ല അവിടെ ഇഷ്ടം പോലെ ആയിട്ട് വാങ്ങിക്കൊണ്ടു. ആ ഒക്കെ ആമസോണിന്നാണ് വാങ്ങുന്നത്. ചെടി ആ നോക്കണം. അതാ അമ്മ ഫുള്ള് നനച്ചോളൂ. അമ്മ ചെടീൻ്റെ ആളാ. ആ ഇവിടെ നിന്നൊരു ഫോട്ടോ എടുക്കാം കേട്ടോ. ഇത് നോക്കില്ലേ?
ഓഹ് എന്താണ് കളറ്. ആഹാ அதே மாதிரி இருக்குது மாதிரியே இங்க நிக்கிறீங்க. ഫേൺ ഹൗസിലേക്കാണ് ഇനി കയറുന്നത്. അതിൻ്റെ വരാന്തയിലായിട്ട് കുറച്ച് നല്ല പൂക്കളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. വാ നമുക്കൊന്ന് കയറി നോക്കാം. അവിടെ പിന്നെ ഫുള്ള് ഇങ്ങനത്തെ കാട്ടുചെടികളാണ്, പൂക്കളില്ലാത്ത ചെടികൾ. പൂക്കൾ ഇല്ലാത്ത ചെടികൾ അല്ലേ ഇവിടെ നമ്മൾ മാത്രമേ ഉള്ളൂ. അധികം മെഡിസിനൽ പ്ലാന്റ്സ് ആണ് അധികം ഉള്ളത്. കിളി എവിടെ? ആ യെസ്, ഒരു കിളിയുണ്ട്. മെഡിസിനൽ പ്ലാന്റ്സ് ഒക്കെ വരുന്നുണ്ട് ഇതിനകത്ത്. എന്നാൽ ഇവിടെ ചാടാം. എന്താ വാങ്ങുന്നത്? എത്ര പെട്ടിക്ക്? 50 അല്ലേ? 10 പീസ് ഉണ്ടാവും അല്ലേ? പിന്നെന്താ ഇവിടെ അടിപൊളി കോണുണ്ട്. നമ്മള് കോണ വാങ്ങിക്കുന്നു. കൺമണി പൂവേ കണ്ണാടി പൂവേ
തൊട്ട് നോക്ക് മോനെ. അയ്യോ ത്രിദേവൻ ഷോക്ക് അടിച്ചേ. പിന്നെ നോക്കട്ടെ. അപ്പോഴേ അപ്പൊ നമ്മുടെ ട്രിപ്പൊക്കെ അല്ലേ ഏകദേശം അവസാനിക്കാറായി. നമ്മളിപ്പോ റിട്ടേൺ അടിക്കുന്ന ചിലപ്പോ അവസാനിക്കൂല. കാര്യം എന്താ വെച്ചാൽ ചിലപ്പോ നമ്മൾ അമ്യൂസ്മെന്റിൽ കയറും. സമയം ഉണ്ടെങ്കിൽ എന്നാ പിന്നെ മെല്ലെ വണ്ടീൻ്റെ അടുത്തേക്ക് പോവാം. നോക്കണേ. ഭക്ഷണം കഴിക്കാനായിട്ട് ഞങ്ങളൊരു ഹോട്ടലിലേക്ക് കയറാൻ വേണ്ടി പോയതാണ്. അതിൻ്റെ അടുത്താണ് ഒരു ഫാക്ടറി ഔട്ട്ലെറ്റ് ഹോം മെയ്ഡ് ചോക്ലേറ്റിൻ്റെ ഒരു ഷോപ്പ് കണ്ടത്. ഫുള്ള് വെറൈറ്റി ചോക്ലേറ്റ്. തലശ്ശേരി തക്കാരം റെസ്റ്റോറൻറ്റ്. നമ്മളെ റിട്ടേൺ യാത്രയിൽ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനായിട്ട് കയറിയ റെസ്റ്റോറൻ്റാണ്. മീൽസും ബിരിയാണിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് ഫുള്ള് അതിലൊഴിച്ചില്ലേ? വെറും സ്പ്രൈറ്റിൻ്റെ ആണ് ഉണ്ടല്ലേ? നമ്മൾ രണ്ടുപേരും ചിക്കൻ ബിരിയാണി. അത് നമ്മുടെ ട്രിപ്പിൻ്റെ ഏറ്റവും അവസാനത്തെ മീൻസ് കഴിഞ്ഞു. ട്രിപ്പ് കഴിയാണ്. അതിൻ്റെ മുന്നേ ഉള്ള ഉച്ചക്കത്തെ അല്ലേ ഫുഡടി. വൈകുന്നേരം ഒരു ചായ കുടിയും കൂടി ഉണ്ടാവും. അതോടുകൂടി ഇന്നത്തെ യാത്ര അവസാനിക്കും. മോനെ പെരുമഴ ലോറൊക്കെ എടുത്ത് കൂടെ പെരുമഴ. ഫോൺ കൊടുത്തിട്ടെ. നിക്കുന്നതാ. ഇനി നമുക്ക് ആനേനെ കാണാനുള്ള ചാൻസ് ഉണ്ട്. കൊറേ ബോർഡ് കണ്ട് ആനയെ പോയിട്ടൊരു പൂച്ചക്കുട്ടീനെ പോലെ ഇവിടെ കണ്ടില്ല. മല ഇടിഞ്ഞു കാണാനുള്ള ചാൻസും ഉണ്ട്. അതാ നിക്കുന്ന വീണിക്കുന്നതാ. അതാ ആനേന്റെ ബോർഡൊക്കെ ചെരിഞ്ഞറിഞ്ഞു. ഇത്ര മഴയൊക്കെ നിന്നത്. മഴ നിന്നില്ല. മഴ നിന്നിട്ടൊന്നുമില്ല. ഗൂഗിൾ മാപ്പിൽ ആദ്യം പറയുന്നുണ്ട് നല്ല റെയിൻഫോളിന്റെ ഇത് കിട്ടുന്നു. നമ്മൾ ആലോചിക്കുന്നുണ്ട്. ഷേക്കിംഗ് ഒക്കെ അല്ലേ ഇവിടെയൊക്കെ കണ്ട. ഇതൊക്കെ ഇടിഞ്ഞ എപ്പോ വേണമെങ്കിലും വീഴും അല്ലേ? പക്ഷേ പിന്നെ നേരത്തെ വീഡിയോ എടുത്തിട്ടുണ്ടെങ്കിൽ സൂപ്പർ ദൃശ്യം തന്നെ കിട്ടി. ആ പാറ ലേശം പോലും കുറഞ്ഞില്ല. എന്തായാലോ കാട്ടിൻ്റെ അത് കയറുമ്പോഴുള്ള അവസ്ഥ മനസ്സിലാക്കാം. അപ്പൊ ഗൈസ് ശരി ബൈ. അങ്ങനെ ഗൈസ് ഇപ്പോൾ സമയം 7:10. നമ്മൾ ഊട്ടിയിൽ നിന്ന് തിരിച്ച് നാട്ടിലേക്ക് എത്തിയ സമയമാണ്. ബാക്കി നമ്മളെ ത്രിദേവമോൻ പറയും. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ ഇവർക്കും എങ്ങനെയുണ്ടായിരുന്നു? യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ ആയിരുന്നു അല്ലേ? ബാക്കിയുള്ളവരുടെ അഭിപ്രായം? നല്ല അഭിപ്രായം അല്ലേ? അടിപൊളി അല്ലേ? അപ്പോൾ വീണ്ടും അടുത്ത ഒരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഇനി അടുത്ത വർഷമാണ് നമ്മൾ ഇതുപോലെയുള്ള ഒരു യാത്ര പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയിപ്പം സ്കൂളൊക്കെ തുറക്കാനായി അല്ലേ? ഒരാഴ്ച കൂടി ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ.